വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ദോശയാണ്. നല്ല സോഫ്റ്റ് ദോശ. ഇപ്പം ഞാൻ ദോശ ഉണ്ടാക്കാൻ വലിയ ഗമ്യൊന്നും പറയുന്നതൊന്നുമല്ല. ഞാൻ ദോശ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, നല്ല സോഫ്റ്റ് ദോശയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഒന്ന് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ദോശ ഉണ്ടാകുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയാലോ. നല്ല സ്പോഞ്ച് പോലെയുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഈ ഗ്ലാസ്സിന് 5 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. ഗ്രൈൻഡറിലാണ് ഞാൻ അരയ്ക്കുന്നത്. ഈ 5 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് മതി. അത് നമ്മൾ മിക്സിയിലാണ് അരയ്ക്കുന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് ഉഴുന്ന് വേണ്ടി വരും. അതാണ് ഗ്രൈൻഡറിൻ്റെയും മിക്സിയുടെയും തമ്മിലൊരു വ്യത്യാസം. ഗ്രൈൻഡറിൽ നല്ലതുപോലെ പതഞ്ഞ് ഉഴുന്ന് നമ്മൾ അരയ്ക്കുമ്പോൾ നല്ലതുപോലെ പതഞ്ഞ് വരും. ഞാൻ ഇന്ന് ഗ്രൈൻഡറിനകത്താണ് അരയ്ക്കാൻ പോകുന്നത്. നമ്മൾ കുമ്പാരം കൂട്ടി എടുക്കുന്നില്ല, ഇങ്ങനെ വടിച്ചാണ് എടുത്തിരിക്കുന്നത്. 5 ഗ്ലാസ് അരി എടുക്കുക. 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കല്ലും കട്ടയെല്ലാം നുള്ളി പറക്കി ഇട്ട് 4 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെച്ചേക്കണം. ഇതിന് ഇനി 1 ഗ്ലാസ് ഉഴുന്ന് ചേർക്കുകയാണ്. ഉഴുന്ന് കൂന കൂട്ടി എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ കവിച്ചെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ നേരം ഇത് കുതിരാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. 4 മണിക്കൂർ നേരം കുതിർന്ന അരി കഴുകി വാരി വെച്ചിരിക്കുകയാണ്. ഉഴുന്ന് അതേപോലെ കഴുകി വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കപ്പിൽ ചോറ് വേണം. ആദ്യം നമുക്ക് ചോറ് ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഗ്രൈൻഡറിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ആദ്യം ചോറ് അരയ്ക്കണം. നമ്മൾ ഈ അരിയുടെ കൂടെ ചോറിട്ടാൽ അത് അരയാതെ അങ്ങനെ തന്നെ കിടക്കും. അതിനാണ് ആദ്യം ഈ ചോറിട്ട് അരയ്ക്കുന്നത്. ചോറ് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഉഴുന്നിട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം. 2 ടൈപ്പ് ഉഴുന്നൊക്കെ കിട്ടും. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്ന് വാങ്ങിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അരയ്ക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരികയുള്ളൂ. ചില ഉഴുന്ന് നമ്മൾ അരയ്ക്കുമ്പോൾ ഇത് തറപ്പറ്റി തന്നെ ഇരിക്കും. ചിലത് നമ്മൾ അരയ്ക്കുമ്പോൾ നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരും. ഇത് നല്ല ഉഴുന്നാണ്. അപ്പം നല്ല ഉഴുന്ന് എടുക്കുമ്പോഴും നമുക്ക് അതിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. അപ്പം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നിങ്ങൾ മിക്സിയിൽ അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 3/4 ഗ്ലാസ് ഉഴുന്ന് 3/4 ഗ്ലാസ് ഉഴുന്ന് കുറയാതെ എടുക്കണം. എങ്കിലേ ദോശയ്ക്ക് നല്ല മയം കിട്ടുകയുള്ളൂ. ചോറ് അരയ്ക്കണം. ഇതിനകത്ത് 1 കപ്പ് ചോറും കൂടെ അരച്ചെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടുകയുള്ളൂ. ഗ്രൈൻഡറിലായതുകൊണ്ടാണ് ഉഴുന്ന് കുറച്ചെടുക്കുന്നത്. ഇത് ആകുമ്പോൾ കല്ലിൽ നല്ലതുപോലെ അരിഞ്ഞ് നല്ലോണം പൊങ്ങി വരും. ഉഴുന്ന് നല്ലതുപോലെ അരിഞ്ഞതിന് ശേഷം അതിനെ നമ്മളിഞ്ഞ് വാരിയെടുക്കുക. അതിന് ശേഷം അരിയിട്ട് അരയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കണം. എങ്കിലേ സൈഡിലൊക്കെ ഇരിക്കും. അതെല്ലാം നല്ലതുപോലെ അരയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ ഇരിക്കുന്ന എല്ലാം നല്ലതുപോലെ വടിച്ചിട്ട് കൊടുക്കണം. ആ പാറയിലൊന്നും തട്ടാതെ ഇങ്ങനെ നമ്മൾ സൈഡിൽ നിന്നെല്ലാം വടിച്ചിട്ട് കൊടുക്കണം. സൂക്ഷിച്ച് വേണം ചെയ്യാൻ. നമ്മളാണ് നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. മാവ് 1 ഗ്ലാസ് ഉഴുന്നാണിത്. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ചൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് വാരിയെടുക്കാം. ഉഴുന്ന് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ദാണ്ട് എത്ര 1 ഗ്ലാസ് അരച്ചപ്പോൾ ഇത്ര ഉഴുന്നുണ്ട്. നമുക്ക് അരി അരയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ട് വേണം അരി അങ്ങോട്ട് ഇടാൻ, അല്ലെങ്കിൽ സ്ട്രക്കായി പോകും. അരി അരിഞ്ഞോ നോക്കാം. അരിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഈ അരി അരഞ്ഞാൽ ഉഴുന്ന് ഒന്നുകൂടെ അതിനകത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വാരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉഴുന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ട്. എല്ലാം ഉഴുന്നും അരിയും കൂടെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വാരിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ വാരിയെടുക്കാം. അതെല്ലാം നമുക്ക് എത്ര ദിവസമാണ് അത് ഉപയോഗിക്കുന്നത്? 3 ദിവസമാണെങ്കിൽ 3 പാത്രത്തിലാക്കി വയ്ക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഇനി വാരിയെടുക്കാൻ പോവുകയാണ്.
അപ്പോൾ ഞാൻ രണ്ടായിട്ട് ഭാഗിച്ച് വെച്ചു. ഇപ്പോൾ നാളത്തേക്കുള്ളതാണിത്. ഇത് 2-3 ദിവസത്തേക്ക് എടുക്കാനായിട്ട്. നമുക്ക് ഇങ്ങനെ ഒരു മാവിരുന്നാൽ, ഇങ്ങനെ അരിമാവ് ഇരുന്നാൽ നമുക്ക് ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം, ഊത്തപ്പം ഉണ്ടാക്കാം, നെയ്ദോശ ഉണ്ടാക്കാം, മസാല ദോശ ഉണ്ടാക്കാം. ഇപ്പം സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ മാറും തിരിഞ്ഞൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഒരു 4 മണിക്കൂർ നേരം പുറത്ത് വെച്ചിരുന്നാൽ ചെറുതായിട്ടൊന്ന് പൊങ്ങുമ്പോഴും എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ദോശമാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാവ് ആവശ്യത്തിന് പൊങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ നമ്മളിത് കലക്കി ഒന്ന് വെക്കണം. നല്ലതുപോലെ കലക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് വെക്കണം. ദോശയ്ക്കാണെങ്കിൽ ദോശമാവിൻ്റെ പരുവത്തിന്, ഇഡ്ഡലിക്കാണെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് നമ്മൾ കലക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം കൂടെ അങ്ങനെ തന്നെ വെച്ചേക്കണം. അന്നേരം ഉപ്പൊക്കെ ഇട്ടിട്ട് മാവ് ഒന്നും കൂടെ ഒന്ന് പൊങ്ങും. രാവിലെ എഴുന്നേൽക്കുന്ന പാടേ ചെയ്യണം. അപ്പോഴത്തേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരം ആകുമ്പോഴത്തേക്ക് മാവ് ഒന്നുകൂടെ ഒന്ന് പൊങ്ങിയിട്ട് ഉണ്ടാക്കുമ്പോൾ ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും. ദോശയ്ക്കാണെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൂടെ ചേർക്കണം. ഇപ്പോൾ ഇഡലി മാവിൻ്റെ പരുവത്തിലിരിക്കുകയാണ്. ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ ഒന്നുകൂടെ അടച്ചു വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തവയിലോട്ട് മാവ് ഒഴിക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഈ ദോശ തിരിച്ചിടത്തില്ല, അപ്പം മാതിരി പൊങ്ങി വരും. സോഡാപ്പൊടി ചേർക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കാറില്ല. ദോശ പരുവായിട്ടുണ്ട്, നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾ മുതൽ വയസ്സ് എന്നവർക്ക് വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണിത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.